നമസ്കാരം പ്രിയപ്പെട്ടവരെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ശത്രു ഞാൻ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണെന്ന് അതെങ്ങനെയാണ് ശരിയാവുക? എങ്ങനെ ശരിയാവും? ഇവിടെ ശത്രു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്താഗതിയെക്കുറിച്ചാണ് കേട്ടോ. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന് എന്താ ഇത്ര കുഴപ്പം? വെളിച്ചമുണ്ടാകുന്നതും ബൾബ് തെളിയുന്നതും ഒക്കെ നെഗറ്റീവും പോസിറ്റീവും കൂടി ചേരുമ്പോഴല്ലേ. എന്നിട്ട് എന്താ ഈ നെഗറ്റീവിനോട് മാത്രം ആൾക്കാർക്ക് ഇത്ര വെറുപ്പ്? അല്ല, ഈ നെഗറ്റീവ് ചിന്താഗതി എങ്ങനെയാണ് ഉണ്ടായത്? മനഃശാസ്ത്ര നിഗമനം അനുസരിച്ച് മനസ്സിൽ കടന്നുകൂടാനിടയുള്ള ചില നശീകരണ വികാരങ്ങളും സാഹചര്യങ്ങളുമാണ് മനുഷ്യനെ നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് നയിക്കുന്നത്. ശരിയല്ലേ? നമുക്കിവയെ വേരോടെ പിഴുതുമാറ്റി തൽസ്ഥാനത്ത് ക്രിയാത്മകമായ ചിന്തകൾ നട്ടുവളർത്താൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അത് വളർന്ന് വലുതായി പുഷ്പിച്ചുകൊള്ളും. കുഴപ്പമില്ലല്ലോ. അത് നമ്മുടെ പ്ലസന്റ് പേഴ്സണാലിറ്റിയെ ശോഭിപ്പിക്കും, വികസിപ്പിക്കും, യാതൊരു സംശയവുമില്ല. ഈ നെഗറ്റീവ് ചിന്താഗതി നമ്മെ ഭരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? അത് ഇരുണ്ട വശങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ കണ്ണ് പായിച്ചുകൊണ്ടിരിക്കും. ദോഷത്തിരക്കുകളാണ്. അസൂയയും പകയും വിദ്വേഷവും പേർകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സാധ്യമാണോ? സാധിക്കില്ല. എല്ലാവരുമായി നല്ല ബന്ധം നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അഹന്തയും പരനിന്ദയും സ്വാർത്ഥതയും എല്ലാം കടന്നു വന്ന് ബന്ധങ്ങൾ ശിഥിലമാക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സഹകരണം കുറയും, അല്ലേ? ഹൃദയം കയ്പ് നിറഞ്ഞതാകും. പെരുമാറ്റത്തിൽ അത് പ്രകടമാകുകയും ചെയ്യും. അതോടെ നമ്മുടെ വ്യക്തിത്വത്തിന് മങ്ങലേക്കും, വ്യക്തിത്വ പ്രഭാവം കൂടി ഇല്ലാതാകും. ഈ വ്യക്തിത്വമുള്ളവർ ജേതാക്കൾ. അവരവരുടെ ഏറ്റവും നല്ല വശം പുറത്തെടുക്കും. മോശമായ വശങ്ങൾ ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് മാറ്റിവെക്കും, പുറകിലേക്ക് മാറ്റിവെക്കും. നല്ല ജോലിക്കാർ അല്ലേ എപ്പോഴും മേൽനോട്ടക്കാരനായി ഉദ്യോഗം ലഭിക്കുന്നത് ആണല്ലോ. നെഗറ്റീവ് ചിന്താഗതിക്കാർ അവരുടെ ഇരുണ്ട വശങ്ങളാണ് അധികവും പുറത്തെടുക്കുന്നത്. നല്ല വശങ്ങൾ പുറത്തെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നെഗറ്റീവിനെ നാം മാറ്റി നിർത്തണം എന്ന് പറയുന്നത്. ഇന്നലെ ഒരു രസമുണ്ടായി. നല്ല മഴയാണ് നാട്ടില്. ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. എത്ര മനോഹരമായ റോസാ പുഷ്പങ്ങൾ. പക്ഷെ അത് കണ്ട ചിലർ അതിന്റെ മുള്ളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓ, മുള്ള്, ഭയങ്കര മുള്ള്, അയ്യോ തൊടല്ലേ. വിരിഞ്ഞ് പരിമളം തൂകുന്ന ഒന്നാന്തരം പുഷ്പങ്ങൾ കണ്ടിട്ടും അവർ കാണാതെ പോവുകയാണ്. ദാഹിച്ചിരുന്ന വ്യക്തിക്ക് അരക്കുപ്പി വെള്ളം കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ഓ, അരക്കുപ്പിയെങ്കിലും കിട്ടിയില്ലോ, ദൈവത്തിന് നന്ദി. എന്നാൽ മറ്റൊരാൾ ചിന്തിച്ചത്, ഈ അരക്കുപ്പിയെ അവൻ എനിക്ക് തന്നുള്ളൂ, അവനത് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണോ? ഇതാണ് അവന്റെ ചിന്ത. മുഖം വീർപ്പിക്കുക. ഇത് തന്നെയാണ് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. വ്യക്തിത്വ ഗുണമുള്ളവരുടെ ചില പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങ് പോകാം. അവർ മറ്റുള്ളവരെ ഒരു വൈമുഖ്യവും കൂടാതെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യും. അവിടെ ഒരു ന്യായീകരണങ്ങളൊന്നുമില്ല. അതിന് കഴിയാത്തവർ ഇങ്ങനെ ന്യായീകരണങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കും. അവനെ അഭിനന്ദിച്ചാൽ താൻ മോശക്കാരനാകുമോ എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. ശരിയായ വ്യക്തിത്വമുള്ളവർക്ക് ഒരു പക്ക ഹൃദയം മാത്രമല്ല, ഒരു പിതൃഹൃദയം, അതോടൊപ്പം ഒരു ശിശുഹൃദയം കൂടി ഉണ്ടായിരിക്കും. അത് ഉണ്ടാക്കിയെടുക്കണം. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന പെരുമാറ്റ രീതിയായിരിക്കും അവർക്ക് ഉള്ളത്. ഇറങ്ങിച്ചെന്ന് രമ്യപ്പെടുന്നവരെ കണ്ടോ? ഇറങ്ങിച്ചെന്ന് രമ്യപ്പെടുന്ന പ്രകൃതം, പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നവർ. ഹായ്, എത്ര സുന്ദരം അല്ലേ? എന്തും ഏറ്റവും ഭംഗിയായും ചിട്ടയായും നടക്കുന്ന വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നല്ല വ്യക്തിത്വമുള്ളവർ. അതവരുടെ ലക്ഷണമാണ്. ജീവിതത്തെ ചിട്ടയോടെ ക്രമീകരിക്കുന്ന ആളാണ് നിങ്ങൾ. ആണോ? അതോ
സമയം ക്രമീകരിക്കാൻ അറിയാതെ, പാകപ്പെടുത്താൻ അറിയാതെ, വെറുതെ ഇരുന്നുകൊണ്ട് തിരക്കാണ്, ബിസിയാണ്, സമയമില്ല എന്നൊക്കെ പറയുന്ന ആളാണോ? ആണെങ്കിൽ ആ വാല് കിളിപ്പിച്ച് ആലാക്കി അതിൻ്റെ തണലിൽ ഊറ്റം കൊണ്ടിങ്ങനെ ഇരുന്നാൽ മതി. ഒരു പ്രയോജനമില്ല സമൂഹത്തിന്. ഒരു വ്യക്തിത്വമുള്ളവൻ പ്രചോദനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയല്ല വേണ്ടത്. പിന്നെയോ അത്യുത്സാഹത്തോടെ അതിൻ്റെ പിന്നിലൂടെ പോവുകയാണ്, അതിൻ്റെ പിന്നാലെ പോവുകയാണ് വേണ്ടത്. ഇത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതാണ്. ലക്ഷ്യം സാധിക്കുന്നവരെ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ. മറ്റുള്ളവരെ കുറിച്ച് വിചാരമുള്ളവർ. വെറുതെ ഇരിക്കാൻ ഇവർക്ക് ഇഷ്ടമേ അല്ല. എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ എങ്ങനെയുള്ളവരെ? പ്രവർത്തന നിരതരാണ്. മറ്റുള്ളവർക്ക് ജോലി ചെയ്യാൻ പ്രചോദനം നൽകുന്നവരാണ് ഇവർ. എന്തൊരു പേഴ്സണാലിറ്റി അല്ലേ? സ്വന്തം കഴിവിലും വിജയത്തിലും അവർക്ക് വിശ്വാസമുണ്ട്. വ്യക്തിത്വമുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങളിലും അവർ സന്തോഷം കണ്ടെത്തും. അനുസരിക്കാനും ആജ്ഞാപിക്കാനും കഴിവുള്ളവരാണ് ഇവർ. വെറുതെ ആജ്ഞാപിച്ചുകൊണ്ട് നടക്കുകയല്ല. ധൈര്യശാലിയാണ് ഇവർ. നർമ്മ ബോധമുള്ളവരാണെന്നിവർ. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. ശാന്തശീലനും ഊർജ്ജസ്വലനുമായ വ്യക്തിയാണിവർ. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ ഇവർക്ക് സാധിക്കും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അവനെ പുറത്തേ അടിക്കണം. ഏത് ശത്രുവാ? നമ്മുടെ ഈ ഭയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ശത്രു. ഈ ഭീരുത്വം, മടി, ഉത്സാഹക്കുറവ്, നിഷ്ക്രിയത്വം, ഇത് കൂടെയുണ്ടോ അവൻ പെട്ടുപോകും. യാതൊരു സംശയമില്ല. എത്ര ഗുണങ്ങളുണ്ടെങ്കിലും പെട്ടുപോകും. അപകടങ്ങളെ നേരിടാൻ കെൽപ്പ് നൽകുന്ന ദൃഢതയാണ് ഈ ധൈര്യം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു പൈസ പോലും മുടക്കണ്ട. യാഥാർത്ഥ്യത്തെ നേരിട്ടാൽ മതി. ധൈര്യപൂർവമായ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ചെയ്യുന്നത് ഒന്ന് ശീലമാക്കാൻ പറ്റുമോ? ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഒന്ന് ശീലമാക്കിക്കേ. ധൈര്യം ക്രമേണ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കഴിയുന്ന ശത്രുവിനെ പുറത്ത് ചാടിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കിയാണ്. ഇഷ്ടപ്പെട്ടാൽ ഇതിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നന്ദി, നമസ്കാരം.